ഐഡിയലി സ്പീക്ക് ചെയ്യുവാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള റെഡ് ഫ്ലാഗുകൾ എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് ഡിസോണസ്റ്റി. ഒരു പാർട്ട്ണറിനൊപ്പം നിൽക്കുമ്പം നമ്മുടെ ഓണസ്റ്റി അവരെ പ്രോമിസ് ചെയ്തുവെങ്കിലും ഇവൻച്വലി നമ്മൾ ആ റിലേഷൻഷിപ്പിലൊരു ചീറ്റിംഗ് ലെവലിലേക്ക് നീങ്ങുകയാണ്. അത് ഫിസിക്കൽ ചീറ്റിംഗ് ആവാം, അതല്ലെങ്കിൽ ഇമോഷണൽ ചീറ്റിംഗ് ആവാം. അതൊരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റെഡ് ഫ്ലാഗാണ്. അത് ആ റിലേഷൻഷിപ്പിൽ അത് നെഗറ്റീവായിട്ട് അത് പ്ലേ ചെയ്യും. പിന്നീടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറിനെ ഡൗൺ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാർട്ട്ണറെ നമ്മളെക്കാളും ഇൻഫീരിയറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പം അവരെ കൊണ്ട് അതൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ. പാർട്ട്ണറിന് കഴിവില്ല എന്ന് സമ്മതിക്കുകയും അവരെ അങ്ങ് വല്ലാതെ ഡൗൺ പ്ലേ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതിനാണ് അത് നമ്മൾ കണ്ടംപ്റ്റ് എന്ന് പറയും, ഡൗൺ പ്ലേയിങ് എന്ന് പറയും. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ്. പിന്നുള്ളത് ബ്ലെയിം. നമ്മുടെ പാർട്ട്ണറിനെ അവർ ചെയ്ത കാര്യങ്ങളിലെല്ലാം അവരെ നമ്മൾ ബ്ലെയിം ചെയ്യുക. പിന്നൊരു കാര്യം ഡിഫെൻസീവ് ആവുക. നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ സ്വയം ന്യായീകരിക്കുകയാണ്. എൻ്റെ റിലേഷൻഷിപ്പ് നടന്ന കാര്യങ്ങൾ ഇതൊന്നും എൻ്റെ ഫോൾട്ട് കൊണ്ടല്ല, എല്ലാം മറ്റൊരാളുടെ മുണ്ടേക്ക് ബ്ലെയിം ചെയ്യുകയും ഇപ്പം എൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ എന്നെ ന്യായീകരിച്ച് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് ഡിഫെൻസീവായിട്ട് സംസാരിക്കുക. നാലാമത്തേന്ന് വെച്ചാൽ ഇമോഷണൽ കട്ട് ഓഫ്. ആവശ്യമുള്ള സമയത്ത് അവർക്ക് വേണ്ടി നിൽക്കാതിരിക്കുക, അവരെ ഇമോഷണലിയും കട്ട് ചെയ്ത് കളയും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതിരിക്കുക, ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ പോലും അവിടുന്ന് തെന്നി മാറിപ്പോവുക. അവർക്ക് ഇവൻച്വലി തോന്നി തുടങ്ങും ദാറ്റ് ഇമോഷണലി ഈ വ്യക്തി അവൈലബിൾ അല്ലാത്ത. അപ്പം ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന റെഡ് ഫ്ലാഗുകളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലേതിൽ ഒരെണ്ണം പോലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻച്വലി ആ റിലേഷൻഷിപ്പ് ഫെയിലിയറിലേക്കാണ് പോകുന്നത്. ഇത് 50 വർഷത്തെ സയൻറ്റിഫിക് സ്റ്റഡി തെളിയിച്ച കാര്യമാണ്. ഇതിൽ ഒരെണ്ണം പോലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാൽ മതി. പല റിലേഷൻഷിപ്പിൽ ഇതെല്ലാം കാണാറുണ്ട്.